കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്. ബ്ലൂ ടൈഗേഴ്സിന്റെ കന്നി കിരീടമാണിത്. 182 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഷിജോ കുര്യൻ ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാനായി. ഷിജോ, എങ്ങനെയുണ്ടായിരുന്നു കൊച്ചിയുടെ പെർഫോമൻസ്? കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2-ൽ കലാശപ്പോരിൽ കൊച്ചിയുടെ ഒരു സമഗ്രാധിപത്യം നമ്മൾ ഈ മത്സരത്തിൽ ഉടനീളം കണ്ടു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇന്നത്തെ മത്സരം മാത്രമല്ല കേട്ടോ, ഈ ടൂർണമെന്റിൽ ഉടനീളം കൊല്ലത്തിനെതിരെ കൊച്ചി നേടിയ എല്ലാ വിജയങ്ങളും എടുത്തു പറയേണ്ടതാണ്. ആദ്യ മത്സരത്തിൽ കൊച്ചി നേടിയ 236 റൺസ് അത് മറികടന്നുകൊണ്ട് കൊല്ലം നേടിയ റൺസ് കൊച്ചി മറികടക്കുന്നു. 130 റൺസിൽ കൊച്ചിയെ എറിഞ്ഞൊതുക്കുന്നു, അത് മറികടക്കുന്നു. കലാശപ്പോരിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 181 റൺസാണ് അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിൽ 106 റൺസിൽ 16.3 ഓവറിൽ കൊല്ലത്തെ 106 റൺസിൽ എറിഞ്ഞൊതുക്കാൻ കൊച്ചിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കൊച്ചിയുടെ കിരീട നേട്ടത്തിൽ ഏറ്റവും നിർണായകമായത്. ടോസിന്റെ ആനുകൂല്യം മാത്രമാണ് കൊല്ലത്തിന് അനുകൂലമായത്. എന്നാൽ ബാറ്റിംഗിലെയും ബൗളിംഗിലെയും ഫീൽഡിംഗിലെയും ഒരു സമഗ്രാധിപത്യം കാര്യവട്ടം സ്പോർട്സ് ഹബിൽ കൊച്ചിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ കൊച്ചിക്ക് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങിയ വിനൂപ് മനോഹരൻ 30 പന്തിൽ 70 റൺസിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് കാര്യവട്ടത്ത് ഈ ആരാധകർക്ക് കാഴ്ചക്കാർക്ക് വിരുന്ന് സമ്മാനിച്ചത്. അതായത് ഓപ്പണിംഗ് വിക്കറ്റിൽ തുടക്കത്തിൽ തന്നെ രണ്ടാമത്തെ ഓവറിൽ വിക്കറ്റ് പോകുന്നു. എന്നാൽ താൻ നിന്ന് സ്റ്റാൻഡ് ചെയ്ത് കളിച്ചുകൊണ്ട് ഒരു ഫിയർലെസ് ബാറ്റിംഗ് നടത്തിക്കൊണ്ട് വെടിക്കെട്ട് പ്രകടനം നടത്തിക്കൊണ്ട് 30 പന്തിൽ 70 റൺസ് വിനൂപ് സ്വന്തമാക്കുന്നു. പിന്നീട് തുടരെ വിക്കറ്റുകൾ പോകുമ്പോഴും വാലറ്റത്ത് ആൽഫി ഫ്രാൻസിസിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമുണ്ടായിരുന്നു. അവിടെ അതുകൂടി എടുത്തു പറയേണ്ടതാണ്. അവസാന പന്തിൽ 4 അടിച്ചുകൊണ്ട് 177 നിന്ന് 181 റൺസിലേക്ക് കൊച്ചിയുടെ സ്കോർ എത്തിച്ചത് ആൽഫിയാണ്. ആൽഫിയുടെ ഒരു 47 റൺസ് കൂടി കൊച്ചിയുടെ ജയത്തിൽ നിർണായകമായിട്ടുണ്ട്. എന്നാൽ ബൗളിംഗിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ സാലി സാംസൺ ബാറ്റിംഗിൽ നിറം മങ്ങിയെങ്കിലും ബൗളിംഗിലേക്ക് വരുമ്പോൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ 2 വിക്കറ്റുകളും സാലി സാംസന്റേതാണ്. ക്യാപ്റ്റൻ നേടിയ 2 വിക്കറ്റുകൾ കൊച്ചിയുടെ ജയത്തിൽ ഏറെ നിർണായകമായി. അത് മാത്രവുമല്ല, 3 അതിമനോഹരമായ ക്യാച്ചുകൾ ഈ ടൂർണമെന്റിലെ ഏറ്റവും ആദ്യത്തെ മത്സരത്തിൽ കൊച്ചിയുടെ ആദ്യത്തെ മത്സരത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന മൈതാനത്ത് പിന്നിലെ കോടി സാലി സാംസൺ ഒരു ക്യാച്ച് എടുത്തിരുന്നു. ഇന്നും അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാച്ച് സാലിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഫീൽഡിങ്ങിലും ടീം കൃത്യമായിട്ട് ബൗളർമാരെ വിന്യസിക്കുന്ന കാര്യത്തിലടക്കം മാറ്റി ഒരു ബൗളർ മാറി മറ്റൊരു ബൗളറെ കൊണ്ട് പന്തെറിയിപ്പിക്കാം എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ പോലും സാലിയുടെ ഒരു മികവ് കൂടി ഇന്നത്തെ ജയത്തിൽ നിർണായകമായിട്ടുണ്ട്. എന്തായാലും ഇക്കൊല്ലം കപ്പ് കൊല്ലത്തിനല്ല കൊച്ചി കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കൊച്ചിയുടെ ഒരു സമഗ്രാധിപത്യം ഈ ടൂർണമെന്റിൽ ഉടനീളം കണ്ടു. അത് സഞ്ജു സാംസൺ മാത്രമല്ല, സാലിയുണ്ട്, നിഖിൽ തോട്ടത്തിലുണ്ട്, അതുപോലെ തന്നെ വിനൂപ് മനോഹറുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് താരങ്ങളുണ്ട്. ഈ പറയുന്ന ആൽഫി ഫ്രാൻസിസും ജെറിനും ഈ പറയുന്ന കെ എം ആസിഫും അടക്കമുള്ള ഒരുപാട് താരങ്ങളുണ്ട്. അവർക്കും അപ്പുറത്തേക്ക് ആ ടീമിന്റെ പരിശീലകരായിട്ടുള്ള റൈഫി വിൻസെന്റ് തോമസും ദീപക്കും അങ്ങനെ തുടങ്ങി കുറേയധികം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ കൂടിയുണ്ട്. അങ്ങനെയാണ് കൊല്ലത്തെ കീഴടക്കിക്കൊണ്ട് ഇക്കൊല്ലം കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ കിരീടം കൊച്ചി സ്വന്തമാക്കുന്നത്. നിലവിലെ ജേതാക്കളായിട്ടുള്ള കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തോൽപ്പിച്ചുകൊണ്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ശരിക്കും കടുവകളായി മാറിക്കൊണ്ട് കേരള ക്രിക്കറ്റ് ലീഗിലെ അവരുടെ കന്നി കിരീടം നേടിയിട്ടുണ്ട്. എന്തായാലും കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 അവസാനിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നൽകി തന്നെയാണ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഇതിൽ പറയേണ്ടത്, നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ പൂരമൊക്കെ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ അടുത്ത പൂരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂരം കാണാൻ വരുന്ന ആളുകൾ അവിടുന്ന് പോകാറുണ്ട്. അതുപോലെയാണ് ഈ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഞാനടക്കമുള്ള കായിക പ്രേമികൾ ഇന്ന് ഈ കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് മടങ്ങുന്നത്. കാരണം അടുത്ത KCL സീസണ് ഇനി എന്ന് ഇവിടെ പന്ത് ഇവിടെ എറിയാൻ കഴിയും എന്ന് ഇവിടെ ടീമുകൾ ഇവിടേക്ക് വരും. അങ്ങനെ ഈ കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് KCL 2ാം സീസണിന്റെ ഉപചാരം ചൊല്ലി 3ാം സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇനിയുള്ള ഒരു വർഷക്കാലം എന്തായാലും പുത്തൻ താരോദയങ്ങൾ ഉണ്ടാവട്ടെ, പുതിയ താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലേക്കും IPL-ലേക്കും ഒക്കെ വരട്ടെ. അവർക്കൂടിയുള്ള വഴി തുറന്നുകൊണ്ടാണ് കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 അവസാനിക്കുന്നത്. എന്തായാലും നിലവിലെ ജേതാക്കളായിട്ടുള്ള കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തോൽപ്പിച്ചുകൊണ്ടാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അവരുടെ കന്നി കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. ജീന.